അയച്ച ചരിത്രമൊക്കെ അറിയാം. സവിസ്താരം സംസാരിക്കാനുള്ള സമയം മുൻപിലില്ല. വളരെ പരിമിതമായ സമയത്തിനകത്ത് സ്തോത്രം ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം താൻ ചില ദിവസങ്ങൾ പാർത്തു. 3.5 വർഷം എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം മഴ ഇല്ലാതിരുന്ന കാലഘട്ടം 3.5 വർഷമാണ്. അങ്ങനെ വാർത്ത ഭവനത്തിലെ കുഞ്ഞ് മരിച്ചുപോയപ്പോൾ ആ സഹോദരി ഏലിയാവിന്റെ അടുക്കൽ കടന്നു വന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, ദൈവദാസനെ എന്റെ പാപത്തെ ഓർപ്പിക്കാനാണോ നീ എന്റെ വീട്ടിൽ വന്നത്? 3.5 വർഷം ഒരു വീട്ടിൽ പാർത്തപ്പോൾ ആ സഹോദരിയുടെ അകത്തളത്തിൽ പാപബോധം ഉണ്ടായെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം യാതൊരു തരത്തിലുള്ള പാപബോധവും ഇല്ലാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് തിന്മയിലേക്കും നാശത്തിലേക്കും പോകുന്നവരുടെ നടുവിൽ പ്രാർത്ഥനാ മനുഷ്യനായ നമ്മെ നിർത്തിയിരിക്കുന്നത് ചിലർക്ക് പാപബോധം വരുത്താനാണെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ സ്തോത്രം ചെയ്യട്ടെ. അവൻ ലോകം ചെയ്യുന്ന പാപം ചെയ്യാനല്ല, ലോകം കണ്ടുരസിക്കുന്ന പാപത്തിൽ ഇടുകിച്ചേരാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനാ തലത്തിൽ പോരാടാൻ നമ്മെ കാണുന്ന ചില ഹല്ലേലൂയ നമ്മളിൽ ഒരു വിശുദ്ധനുണ്ടെന്ന് തിരിച്ചറിയുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ ഒരു കൃപ പ്രാപിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ. അവിടെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾ എന്നോടൊപ്പം സ്തോത്രം ഞങ്ങൾ പാർത്തു. ഞങ്ങളുടെ വീട്ടിനകത്ത് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം, ആ ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥന, പിതാവേ ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം. അവൻ വേദപണ്ഡിതാക്കന്മാരൊക്കെ പറയുന്നത് ഈ കുഞ്ഞിനെ തിരിച്ചു ലഭിച്ചപ്പോ സ്തോത്രം അടുത്തൊരു അഭിഷേകത്തിലേക്ക് തൈലപാത്രം വഹിക്കാനുള്ള ഒരുവനെ അവൻ പ്രാർത്ഥനയാൽ തിരിച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അഭിഷിക്ത ഗണങ്ങളാകുന്ന ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഞങ്ങളോട് കൂടെ ഇത് അവസാനിക്കുക എന്നുള്ളതല്ല. അടുത്ത ഒരു തലമുറ തൈലപാത്രം വഹിക്കാനുള്ള ഒരു തലമുറ പുറത്തു വരേണ്ടതിന് നിയോഗത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ഏലിയാവ് തയ്യാറായതുപോലെ അവൻ തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർപ്പിക്കുകയാണ്. അവൻ ഇന്നലകളിൽ വളരെ ശക്തിയോടെ പ്രയോജനപ്പെട്ട ആയിരക്കണക്കിന് അഭിഷിക്തന്മാരുണ്ട്. അവരുടെ ചരിത്രം പറഞ്ഞ് കാലഘട്ടം കഴിച്ചു കൂട്ടാനല്ല, ഒരു ചരിത്രമായി മാറുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് മകൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥന, മരണത്തിന്റെ ശക്തിയെ പരാജയപ്പെടുത്തി ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. സ്തോത്രം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്കറിയാം, കർമ്മേലിയ പ്രാർത്ഥനയാണ്. എപ്പോഴും ഉപവാസ പ്രാർത്ഥനകൾ കേൾക്കുന്നത് കൊണ്ട് ഞാനത് വിശദമായി ശുശ്രൂഷിക്കുന്നില്ല. സ്തോത്രം. ഒറ്റ പ്രാർത്ഥന വാക്കുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നീ എന്റേതാ, ഞാൻ നിന്റേതാണ്, നീ എനിക്ക് ഉത്തരം തരണം. ഇന്ന് പകൽക്കാലം ദൈവം വ്യക്തതയുള്ള ഒരു ഉത്തരം തന്നല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞരങ്ങിക്കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, നീ ദൈവത്തിൻ്റെതെന്നും ദൈവം നിന്റേതെന്നും വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം നിനക്ക് തീ കൊണ്ട് ഉത്തരം തരാൻ പോകുകയാ. അവൻ കരഞ്ഞുകൊണ്ട് അവൻ ദൈവമേ ഹല്ലേലൂയ നിന്നെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രകടമായി വെളിപ്പെടേണ്ടതിന് നീ എനിക്കൊരു മറുപടി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, നീ ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതിന് തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് അയക്കാൻ, നീ നേരിടുന്ന വിഷയത്തിൽ അയക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഭക്തനായ ആസ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയല്ലാതെ ആരുമില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. അവൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്ന കരമാണ്. രണ്ടാമത്തെ പ്രാർത്ഥന കർമ്മയിലെ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കറിയാം, മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? 3.5 വർഷം മുമ്പ് അടച്ചു കളഞ്ഞ ഒരു ആകാശം തുറക്കാൻ. സ്തോത്രം. ഇന്ന് പകൽ കെട്ടാൻ മാത്രമല്ല കെട്ടടിക്കാനും നിയോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഏലിയാവ് ഇരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ മറുപടി ഒരല്പം താമസിച്ചു. സ്തോത്രം. ഇന്ന് പകൽ ചില പ്രാർത്ഥനകളുടെ മറുപടികൾ താമസിക്കുന്ന ചില ഇതിനകത്തിരിപ്പുണ്ട്. ഒത്തിരി കാലം കൊണ്ട് പ്രാർത്ഥിച്ചു, തലമുറയുടെ നീറുന്ന വിഷയങ്ങൾ, കുടുംബത്തിന്റെ നീറുന്ന വിഷയങ്ങൾ, അവൻ ഭാവിയുടെ നീറുന്ന വിഷയങ്ങൾ എന്താകുമെന്ന് ആകുല ചിന്തയോടെ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അവൻ പലതിനും അവൻ പ്രകടമായ ലക്ഷണങ്ങൾ മറുപടിയുടെ ഒന്നും കാണുന്നില്ല. എന്നാൽ പ്രാർത്ഥനയിൽ മടുക്കരുത്, പ്രാർത്ഥന നിർത്തരുത്. 25ാമത്തെ കൺവെൻഷനിൽ ആത്മാവ് ശക്തമായി നിങ്ങളോട് ദൂത് പറയുന്നു, മടുക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മറുപടി നിങ്ങൾ കാണാതെ ഇരിക്കത്തില്ല. ഈ പകൽ മടുക്കാതെ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക്, മടുക്കാതെ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളിലേക്ക്, മടുക്കാതെ പ്രാർത്ഥിക്കുന്ന ചില തലമുറകളിലേക്ക് ദൈവത്തിന്റെ നീതിയുടെ
അവൻ വചനം പറയുന്നു, ആ മനുഷ്യൻ 7 പ്രാവശ്യം തന്റെ ബാല്യക്കാരനെ അയച്ചു. സ്തോത്രം, 1-2 പ്രാവശ്യമല്ല, 7 പ്രാവശ്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഒരു മഴ കണ്ടല്ലാതെ താൻ എഴുന്നേറ്റില്ല. ഇന്ന് പകൽ സ്തോത്രം പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം അവൻ മനസ്സിലാക്കണം. അവൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു മറുപടി കണ്ടല്ലാതെ എണ്ണീക്കത്തില്ല. ഒടുവിലെ പ്രാർത്ഥന നമുക്കറിയാം. ചുരത്തിലൂടെ കീഴിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹോവേ മതി. സ്തോത്രം. അവിടെ ദൈവം പറഞ്ഞു, അവൻ ആ പ്രാർത്ഥന ഞാൻ കേൾക്കുകയല്ല, മറിച്ച് ഞാൻ നിന്നോടൊരു ദൂത് പറയാം. സ്തോത്രം. നിന്റെ ജീവൻ എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ ഓടണം. ഇന്ന് പകൽ എന്തിനാ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ ഓടേണ്ടത്? സ്തോത്രം. നിനക്ക് പകരമായി അടുത്തൊരു തലമുറ പുറത്തു വരാൻ എന്റെ ശബ്ദം ഞാൻ നിന്റെ കാതിൽ കേൾപ്പിക്കും. ഈ പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു തലമുറ പുറത്തു വരാൻ നിയോഗത്തോടെ അവൻ ദൈവത്തിന്റെ പർവ്വതത്തിൽ നിൽക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ചിലരെയൊക്കെ ദൈവം അതേ അന്വേഷിക്കുകയാ. അടുത്തൊരു തലമുറ പുറത്തു വരാനുള്ള ദൈവശബ്ദം കേൾക്കേണ്ടതിന് ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാൻ, ഹല്ലേലൂയ, മൃദുവായി സംസാരിക്കുന്ന ദൈവശബ്ദത്തിനായി കാതോർക്കാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്റെ കാലഘട്ടം കഴിയാനായി, അടുത്തൊരു കാലഘട്ടത്തിലേക്ക് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ശുശ്രൂഷ മേഖലയിലേക്ക് ഒരു കൂട്ടത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രത്തിന്റെ പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രാർത്ഥനയിൽ പോരാടി ശക്തമായ ദൈവമഹത്വം പ്രാപിച്ച് അടുത്തൊരു തലമുറയെ എലിയാവിനോട് ചോദിച്ച എലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പ്രാർത്ഥനകളൊന്നും വെറുതെയായില്ല. സ്തോത്രം. ഞാൻ മതി എന്ന് പറഞ്ഞപ്പോൾ, അല്ല, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുത്ത് നമുക്ക് പകരക്കാരനെ നമുക്ക് മുൻപേ അവൻ ഇങ്ങനെ രൂപാന്തര ശരീരത്തോടു കൂടി ദൈവത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയത്തക്ക വേണം ഒരു സാക്ഷ്യമായി എലിയാവിനെ നിർത്തിയിരിക്കുക. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, തകർച്ചയുടെ ചില പ്രാർത്ഥനകളുണ്ട്. യെസമനയിൽ യേശു പ്രാർത്ഥിച്ചു, അവൻ രക്തം വേർപ്പുതുള്ളി പോലെ നിലത്തു വീണു. ആ പ്രാർത്ഥനയിൽ കൂടി, ആ പ്രാർത്ഥനയുടെ സമ്പാദനമാണ് ഇവിടെ ഇരിക്കുന്ന ദൈവജനമെന്ന് മറന്നു പോകരുത്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഹല്ലേലൂയ പോരാടി നമ്മെ പിശാചിന്റെ കടിയിൽ നിന്ന് വിടുവിച്ച ആ പ്രാർത്ഥനയുടെ ഉപഭോക്താക്കളായി നാം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അവസരങ്ങൾ വേർതിരിച്ച ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ ദാസൻ കൂടി അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു.